everyone, welcome to Zayn Treats. Zayn Treatsലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് Zayn Treatsലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇത് നമ്മൾ ബേക്കിങ്ങിന് വേണ്ടി മാത്രം തുടങ്ങിയിട്ടുള്ള ചാനലാണ് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കേക്ക്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ ടൈം 3 മണിക്കായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആദ്യത്തെ വീഡിയോസിൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം നമ്മൾ ആദ്യം തന്നെ വലിയ വലിയ കേക്ക്സ് കാണിച്ചിട്ട് കാര്യമില്ല. ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ തന്നെ ശരിയായാലാണ് വലിയ വലിയ കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ അല്ലേ. അപ്പോൾ കുറച്ച് വീഡിയോസ് നമ്മൾ അങ്ങനെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ബിഗിനേഴ്സ് ബേക്കിംഗ് കിറ്റാണ്. അതായത് ഒരു ബിഗിനറെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ കേക്ക് ഉണ്ടാക്കി പഠിക്കുന്ന സമയത്ത്. ഇതൊരിക്കലും ഒരു പ്രൊഫഷണൽ ബേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സാധാരണ വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യം, അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കീപ് വാച്ചിങ്. അപ്പോൾ അതാ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് മെഷറിംഗ് കപ്പ്. അപ്പോൾ നമുക്കറിയാം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് വളരെ കൃത്യമായിരിക്കണം, എന്നാലാണ് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വളരെയധികം അത്യാവശ്യമാണ്. ഇത് 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്. അപ്പോൾ 1 കപ്പ് മുതൽ 1/4 ടീസ്പൂൺ വരെയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതുപോലെ സെറ്റായിട്ട് കിട്ടും, അല്ലാതെ ടീസ്പൂൺ സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് വളരെ ചീപ്പാണ് കേട്ടോ. എല്ലാ കേക്ക് ഷോപ്പിലും ഏകദേശം ഒരു 200 റുപ്പീസിൻ്റെ ഉള്ളിൽ കിട്ടും. പിന്നെ UAE-ലാണെങ്കിൽ 10 ദിർഹം ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ നിങ്ങൾക്ക് അത് അവൈലബിൾ അല്ല, അത് വാങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഇതുപോലത്തെ കപ്സിലും നമുക്ക് ഉപയോഗിക്കാം. ഏകദേശം 250 ml ഒരു കപ്പ് നമുക്ക് എടുത്തു വെച്ചാൽ മതി അതിന് വേണ്ടിയിട്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ബീറ്ററാണ്. അപ്പോൾ നമ്മൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്ലഫി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ബീറ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബീറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുള്ളൂ. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ജ്യൂസ് പരിവാവാന്നല്ലാതെ ഫ്ലഫി ആയിട്ട് വരില്ല. നല്ല പെർഫെക്ഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾക്ക് ഇതുപോലത്തെ ഒരു ബീറ്റർ ആവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഇവരെടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ബീറ്ററൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, ഇതുപോലത്തെ ഹാൻഡ് വിസ്ക് ആയാലും മതി. ഹാൻഡ് വിസ്കിൽ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ഇട്ടിട്ട് ചെയ്യേണ്ടി വരും, എന്നാലാണ് അതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. പക്ഷേ ബീറ്ററിൽ ആകെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും. അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമുക്ക് അടിക്കാം. ഒരു ചെറിയ പെർഫെക്ഷൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നാലും നല്ല അടിപൊളി കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ആരും വിഷമിക്കണ്ട കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബൗളാണ് വേണ്ടത്. അതൊരു വലിയ ബൗൾ തന്നെ എടുക്കണം. കാര്യം നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ ബൗൾ തന്നെ ഇതിന് വേണ്ടി ഉപയോഗിക്കുക. ഇതിപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് ബൗൾ എടുത്തു വെച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ ബൗൾ ഉപയോഗിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ ബൗൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതും വലിയ ബൗൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിക്കാൻ ഒരു അരിപ്പ ആവശ്യമാണ്. അപ്പം ഈ ബൗൾ എടുക്കുമ്പോഴായാലും അരിപ്പ എടുക്കുന്ന സമയത്തായാലും നമ്മൾക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ളത് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ബൗളിലൊക്കെ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ശരിക്കും ബീറ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് പേപ്പറാണ്. നമ്മളുടെ ബേക്കിംഗ് ടിന്ന് ലൈൻ ചെയ്യാനാണ് ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ടിന്നിൽ നിന്ന് കേക്ക് എടുക്കാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് ഓയിലൊന്ന് തടവിയതിന് ശേഷം മൈദപ്പൊടി കൊണ്ട് ഡസ്റ്റ് ചെയ്താലും മതി ഈ കേക്ക് ടിന്ന്. അപ്പോൾ ബേക്കിംഗ് പേപ്പർ അത്ര കമ്പൽസറി അല്ല, ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മളുടെ കേക്ക് ടിന്നാണ്. ഇവിടെ നമ്മൾ 2 സൈസിലുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് 8 ഇഞ്ചിൻ്റെയും പിന്നെ ഒന്ന് 6 ഇഞ്ചിൻ്റെയും ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് 2 റൗണ്ട് ഷേപ്പാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പ്, റെക്റ്റാങ്കിൾ ഷേപ്പ്, ഹാർട്ട് ഷേപ്പ്, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ കേക്ക് ടിന്നിൽ വേണമെന്നില്ല, ഇതുപോലത്തെ ബിസ്ക്കറ്റ് ടിന്നിലായാലും നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു ബിസ്ക്കറ്റ് ടിന്നിൽ കേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ അതൊന്നും വിഷയമില്ല. അപ്പോൾ നമുക്ക് കേക്ക് ടിന്ന് വേണമെന്ന് തന്നെ നിർബന്ധമില്ല, ഇതുപോലത്തെ പാത്രങ്ങളായാലും നമുക്ക് എടുക്കാം കേട്ടോ.
നെക്സ്റ്റ് വേണ്ടത് ഇതുപോലത്തെ ബ്രഷാണ്. ഇത് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. കാര്യം നമ്മളിതിപ്പോൾ ഓയിലൊന്ന് ഈ കേക്ക് ടിന്നിലേക്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുക. അത് നമുക്ക് കൈ വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഒട്ടും നിർബന്ധമില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതാണ് സ്പാച്ചുല. ഇത് നമ്മൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ബേക്ക് ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മളുടെ ബാറ്റർ ഒന്ന് ഫോൾഡ് ചെയ്യാനൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുക. നമ്മൾക്ക് ഇതിന് പകരം സ്പൂണൊക്കെ ഉപയോഗിക്കാം, പക്ഷേ സ്പൂൺ കൊണ്ടൊക്കെ ആയാലും നമുക്ക് ഇതിൻ്റെ അത്ര ആ ഒരു സ്മൂത്ത്നെസ് കിട്ടില്ല. ഇതാണെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും ബാറ്റർ, നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ സ്പൂണും ഉപയോഗിക്കാം, പക്ഷേ സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനത്ര നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് സ്പൂണായാലും കുഴപ്പമില്ല, ഉപയോഗിക്കാം. പക്ഷേ ഇതുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ ഓവൻ സെറ്റപ്പാണ് കാണിക്കുന്നത്. ഇതുപോലത്തെ വലിയൊരു പാൻ തന്നെ എടുക്കുക. ഒരു ബിരിയാണി പോട്ടാണ് നമുക്ക് ആവശ്യം. കണ്ടോ, ഇത്രയും ഹൈറ്റ് ഉള്ളത് വേണം, എന്നാലാണ് നമുക്ക് അതിലേക്ക് ഇറക്കി വയ്ക്കാൻ പറ്റുള്ളൂ. പഴയത് മതി കേട്ടോ, പുതിയത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു സ്റ്റാൻഡും വേണം. അത് ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് കേക്ക് ടിൻ വെക്കാം. അങ്ങനെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു പഴയ ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കിതിന് പകരം വലിയ വലിയ അലുമിനിയം പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുക്കർ എടുക്കാം. വലിയ കുക്കർ എടുത്തതിന് ശേഷം അതുപോലെ സെയിം നമ്മൾ മറ്റേതിൽ ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കുക, കേക്ക് ടിൻ ഇറക്കുക, കുക്കർ മൂടുക. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ വലിയ കുക്കർ എടുക്കാൻ ശ്രദ്ധിക്കുക. അതും പഴയ കുക്കറായാലും മതി. നമ്മൾ ഈ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം നമ്മൾ 45 മിനിറ്റ് നേരമൊക്കെ ബേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പുതിയ പാത്രങ്ങൾ, നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കോട്ടിങ്ങൊക്കെ കേടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഴയത് പ്രിഫർ ചെയ്യുന്നത്. പഴയത് എടുത്താൽ മതി കേട്ടോ നിങ്ങൾ. ഇനി ഇതാണ് കേക്ക് ബോർഡ്. നമ്മളുടെ കേക്കിൻ്റെ ബേസായിട്ട് വെക്കുന്നതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കേക്ക് ബോർഡ് അത്ര നിർബന്ധമില്ല കേട്ടോ. പക്ഷെ നമ്മൾ കേക്കിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് കേക്ക് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ലുക്കായിരിക്കും കാണാനായിട്ട്. അപ്പോൾ കേക്ക് ബോർഡ് നമ്മളുടെ കേക്കിൻ്റെ സൈസ് അനുസരിച്ചിട്ട് പല സൈസിലും അവൈലബിൾ ആണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കേക്ക് വാങ്ങുന്ന സമയത്ത് ആ കേക്ക് ബോർഡ് നമ്മൾക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഒരു പ്രാവശ്യമൊക്കെ റീയൂസ് ചെയ്യാം. കുറച്ച് കട്ടിയുള്ളതാണ് ഈ കേക്ക് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നാശമായി പോവില്ല. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എടുത്തു വെച്ചാൽ മതി. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾക്ക് കേക്കൊക്കെ ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റ് ആക്കാനും അതൊന്ന് ലെവൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നൈഫാണ്. നമ്മൾ പാലറ്റ് നൈഫ് എന്ന് പറയും. പക്ഷേ ഇത് പാലറ്റ് നൈഫ് അല്ല കേട്ടോ. ഇത് സാധാരണ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നൈഫാണ്. ഇതുപോലത്തെ നൈഫായാലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് പാലറ്റ് നൈഫിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പഴയ കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതായാലും ഉപയോഗിക്കാം. നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഈ എഡ്ജൊക്കെ കറക്റ്റ് ആക്കാനും അതുപോലെ മേൽഭാഗവും അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് നമ്മൾ ഈ കാർഡും അതുപോലെ ഈ നൈഫൊക്കെ കാണിച്ചത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാലറ്റ് നൈഫ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ബിഗിനേഴ്സിനെ സംബന്ധിച്ച് പാലറ്റ് നൈഫൊന്നും ഒട്ടും നിർബന്ധമില്ലാത്ത കാര്യമാണ്. അതിന് പകരം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് സ്ക്രേപ്പറാണ്. നമ്മളുടെ കേക്കിൻ്റെ സൈഡ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക. കണ്ടില്ലേ, പല സൈസിലും ഉള്ള ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല. പിന്നെ ഇതൊക്കെ വളരെ ചീപ്പാണ്, അതുകൊണ്ടാണ് കാണിച്ചത് കേട്ടോ. അല്ല, ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. വളരെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല കുറേ കാര്യങ്ങളുടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതും എല്ലാ കേക്കിനും ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാനില സ്പഞ്ച് കേക്കാണ്. അത് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് സാറ്റർഡേ 3 PM കാണാൻ മറക്കരുത്. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ.